ഹായ് ഓൾ, വെൽക്കം ടു ഇയോൺ പ്ലാറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 1 ഫസ്റ്റ് ചാപ്റ്ററാണ് എടുത്തത്. അത് തിയറി ആയിരുന്നു, അത് നമ്മൾ നോക്കി. ഇന്ന് എടുക്കാൻ പോകുന്നത് ലാസ്റ്റ് മൊഡ്യൂളിൽ, അതായത് 4th മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ, 10th ചാപ്റ്റർ ഗിയേഴ്സ് ആൻഡ് ഗിയർ ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓക്കെ. ഇതിൽ കൂടുതലും ചോദിക്കുന്നത് തിയറിയാണ്. തിയറി അല്ലാതെ ക്വസ്റ്റ്യനും ഉണ്ട്, പ്രോബ്ലം ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ നമ്മൾ തിയറി പാർട്ടാണ് നോക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ വിത്ത് ഡയഗ്രാം. ഓക്കെ. എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ വിത്ത് ഡയഗ്രാം 6 മാർക്കിന് ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 6 അഡ്വാൻറ്റേജസ് ഓഫ് ഗിയർ ഡ്രൈവ്. ഗിയർ ഡ്രൈവിന്റെ 6 അഡ്വാൻറ്റേജസ്, അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പാർട്ട് എയിലും ചോദിച്ചിട്ടുണ്ട്. 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പാർട്ട് സിയിലാണോ ബിയിലോ ചോദിച്ചിട്ടുണ്ട്. ദെൻ നോമൻക്ലേച്ചർ ഓഫ് സ്പർ ഗിയർ വിത്ത് ഡയഗ്രാം, അതും 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. റിവേർട്ടഡ് ഗിയർ ട്രെയിൻ വിത്ത് ഡയഗ്രാം, പിന്നെ അതുപോലെ തന്നെ റിവേർട്ടഡ് ഗിയർ ട്രെയിനിന്റെ വെലോസിറ്റി റേഷ്യോ, ഇത് 7 മാർക്കിനും ചോദിച്ചിട്ടുണ്ട് ഒരു വർഷം, 8 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ 4 ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് മിക്ക വർഷങ്ങളിലും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ മൊഡ്യൂളിൽ നമ്മൾ പൊതുവേ കണ്ടത് അതിലെ പ്രോബ്ലം ക്വസ്റ്റ്യൻ 2 വർഷം ചോദിച്ചിട്ടുണ്ട്. ആ പ്രോബ്ലം ക്വസ്റ്റ്യൻ ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഈ ചാപ്റ്ററിൽ നിന്നും തിയറി ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൂടെ മൊഡ്യൂൾ 4 നമുക്ക് പിന്നുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ബെൽറ്റ് ആൻഡ് ചെയിൻ, ബെൽറ്റിന്റെ ചാപ്റ്റർ ആണ്. അതായത് ബെൽറ്റ്, ചെയിൻ, ആ ചാപ്റ്റർ ആണ് വരുന്നത്. പക്ഷെ അതിൽ നിന്ന് കൂടുതലും പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ബെൽറ്റ്, റോപ്പ് ആൻഡ് ചെയിൻ ഡ്രൈവ് എന്ന് പറയുന്ന ഇതിൽ കൂടുതലും പ്രോബ്ലം ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മൊഡ്യൂളിൽ, ഈ ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ നമുക്ക് കൂടുതലും തിയറി ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. കാര്യം തിയറി പോർഷൻസ് ഭയങ്കര എളുപ്പമുള്ള പോർഷൻസ് ആണ് ഇതിൽ വരുന്നത്. ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് 10th ചാപ്റ്ററായ ഗിയേഴ്സ് ആൻഡ് ഗിയർ ട്രെയിനിലേക്ക് പോയത്. ഈ കോഴ്സ് കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് നമുക്ക് പാസ് ആവാനുള്ള മാർക്ക്, എങ്ങനെ എളുപ്പത്തിൽ പാസ്സാകാം. ഇപ്പൊ നമ്മളൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനേക്കാളും തിയറി കുറച്ചുകൂടെ, തിയറി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ഓൾറെഡി നമ്മൾ ഈ 3 വർഷം പഠിക്കുന്ന കാര്യം, അല്ലെങ്കിൽ മുന്നത്തെ സെമ്മിലും ലാബിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഗിയർ ഒക്കെ നമ്മൾ എന്തായാലും ഓർത്തിരിക്കും. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മൊഡ്യൂൾ നോക്കാമെന്ന് വിചാരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ഇതിന്റെ ആൻസേഴ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനെ പറ്റിയാണ്. ഓക്കെ, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ, ഇതാണ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സിമ്പിൾ ഒരു ഫിഗർ ആണ്. ഇതേ ആൻസർ തന്നെയാണ് ടീച്ചേഴ്സിന് കൊടുക്കുന്ന ആൻസർ കീ സൊല്യൂഷൻ ഉണ്ട്. അതായത് ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൻസർ കീ സൊല്യൂഷനിലും സെയിം സാധനം തന്നെയാണ്, ഇത്രയും തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതേ സെയിം ഫിഗർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈ സെയിം ഫിഗർ വരച്ചാൽ മതി. എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ, അത് നമുക്ക് കാണാം. ഒരു വലിയ ഗിയർ, അതായത് പി എന്ന് പറയുന്ന ഒരു ഗിയറും എസ് എന്ന് പറയുന്ന ഒരു ഗിയറും ഉണ്ട്. പിന്നെ ഒരു ആം എന്ന് പറയുന്നത് എഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ആമും ഉണ്ട്. ഓക്കെ, എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിന്റെ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിന് വേറൊരു പേരാണ് പ്ലാനറ്ററി ഗിയർ ട്രെയിൻ. ഓക്കെ, ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്ലാനറ്ററി എന്ന് ചോദിക്കും, അല്ലെ എപ്പിസൈക്ലിക് എന്ന് ചോദിക്കും. നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് എപ്പിസൈക്ലിക് എന്ന് ചോദിക്കുന്നതാണ്. ഓക്കെ, എപ്പിസൈക്ലിക് എന്ന് ഇൻ ആൻ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ദ ആക്സിസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഗിയർ ഈസ് ഇൻ മോഷൻ റിലേറ്റഡ് ടു ദ അതർ ഗിയർ റൊട്ടേറ്റ്സ് ഇൻ ദ ഫിക്സഡ് ആക്സിസ്. ഓക്കെ, ഒരു സിമ്പിൾ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിന്റെ ആണ് ഈ ഫിഗർ എന്ന് പറയുന്നത്. അപ്പം 2 ഗിയർ വീൽസ് ഉണ്ടാവും. ഒരു എസ് എന്ന് പറയുന്ന ഗിയർ വീലും പിന്നെ ഒരു പി എന്ന് പറയുന്ന ഗിയർ വീലും. അതിൽ ആക്സിസ് കണക്ട് ചെയ്തേക്കുന്നത് എഫ് എന്ന് പറയുന്ന ഒരു ആമാണ് ഇതിനെ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ എസ് എന്ന് പറയുന്ന എസ് എന്ന് പറയുന്ന ഗിയറും അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്ന ഈ ആമും ഒരേ ആക്സിസിലാണ്, അതായത് O1 എന്ന് പറയുന്ന ആക്സിസിൽ തന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എസ് എന്ന് പറയുന്ന ഗിയറും ഈ എഫ് എന്ന് പറയുന്ന ഈ ആമും സെയിം ആക്സിസ് O1 എന്ന് പറയുന്ന ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ആമ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്ന അടുത്ത ഗിയറായ പി എന്ന് പറയുന്ന ഗിയർ O2 എന്ന് പറയുന്ന ആക്സിസിലാണ് എന്ത് ചെയ്തേക്കുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ എസ് എന്ന് പറയുന്ന ഗിയറിന് ചുറ്റും
പി കറങ്ങുന്നത് കൂടാതെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഇത് അതിന്റെ ഓൺ ആക്സിസിലും എന്ത് ചെയ്യാറുണ്ട്, റൊട്ടേറ്റ് ചെയ്യാറുണ്ട്. സോ ഞാൻ ജസ്റ്റ് വായിക്കാം. കൺസിഡർ ടു ഗിയർ വീൽസ് എസ് ആൻഡ് പി, ദ ആക്സിസ് ഓഫ് വിച്ച് ആർ കണക്റ്റഡ് ബൈ ആൻ ആം എഫ്. The gear S and arm F rotate about same axis O1. Okay. The gears S and P constitute a simple gear train, and the gear P rotates on axis O2. If the gear S is fixed so that the arm can rotate about the axis of X, the gear P would also move around S in addition to the motion about its own axis. ഓക്കെ. ഇനി നെക്സ്റ്റ് അതിന്റെ അഡ്വാൻറ്റേജ് ചോദിച്ചിട്ടില്ല. അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. എന്തൊക്കെ അഡ്വാൻറ്റേജ്? ഒന്നാമത്തത് ഹൈ സ്പീഡ് റിഡക്ഷൻ. ഈസി ആയിട്ട് നമുക്ക് ഹൈ സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആണ് സാധനം, കുറച്ച് സ്പേസ് മതി. ഇത് ഈ ആപ്ലിക്കേഷൻ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡിഫറൻഷ്യൽ ഗിയറിൽ യൂസ് ചെയ്യാറുണ്ട്, ഓട്ടോമൊബൈലിലെ ഡിഫറൻഷ്യൽ ഗിയേഴ്സ്. പിന്നെ അതുപോലെ തന്നെ റിസ്റ്റ് വാച്ചസ്, ഹോയിസ്റ്റ് ആൻഡ് പുള്ളി ബ്ലോക്സ്, ഇവിടെയൊക്കെ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ യൂസ് ചെയ്യാറുണ്ട്. സോ ഇത് PSCക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഗിയർ ഓഫ് ഓട്ടോമൊബൈൽ, റിസ്റ്റ് വാച്ചസ്, ഹോയിസ്റ്റ് ആൻഡ് പുള്ളി ബ്ലോക്സ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 അഡ്വാൻറ്റേജസ് ഓഫ് ഗിയർ ട്രെയിൻ ആണ്. ഓക്കെ. ഗിയർ ഡ്രൈവിന്റെ 6 അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇഷ്ടമുള്ളത് ഏതാ? ഞാനിവിടെ കുറച്ച് ഒരു 9 പോയിന്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് വൺ, ഗിവ് പോസിറ്റീവ് ഡ്രൈവ് ആൻഡ് കോൺസ്റ്റന്റ് സ്പീഡ് വിത്തൗട്ട് സ്ലിപ്പ്. ഓക്കെ. ഗിയർ ഡ്രൈവ് ആണെങ്കിൽ പോസിറ്റീവ് ഡ്രൈവും ആണ്, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കും, സ്ലിപ്പ് ഉണ്ടാവത്തില്ല. അപ്പം സ്ലിപ്പ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ 9ാമത്തെ ചാപ്റ്ററായ ചെയിൻ ബെൽറ്റ് ആൻഡ് റോപ്പ്, ആ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. പോസിറ്റീവ് ഡ്രൈവ് ആണ് ഗിയർ ഡ്രൈവ്, പോസിറ്റീവ് ഡ്രൈവ് ആണ്, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് സ്പീഡ് ആണ്, സ്ലിപ്പ് ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ്, മോർ കോമ്പാക്ട്, ക്യാൻ ബി ഓപ്പറേറ്റഡ് അറ്റ് ഹയർ സ്പീഡ്. ഓക്കെ. പല റേഞ്ച് ഓഫ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഹയർ സ്പീഡ് അല്ലെങ്കിൽ പല റേഞ്ച് ഓഫ് സ്പീഡിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹൈ എഫിഷ്യൻസി ആണ്. ലൈറ്റർ ലോഡ്സ് ഓൺ ഷാഫ്റ്റ്സ് ആൻഡ് ബിയറിംഗ്സ് യൂസ്ഡ് വെയർ പ്രിസൈസ് ടൈമിംഗ് ഈസ് ഡിസൈഡ് ആൻഡ് വൈഡ് റേഞ്ച് ഓഫ് പവർ ട്രാൻസ്മിറ്റഡ്. ശരിയല്ലേ? നമുക്ക് എത്ര പവർ വേണമെങ്കിലും നമ്മൾക്ക് ഈ ഗിയർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. പിന്നെ ക്യാൻ ബി യൂസ്ഡ് ഫോർ നോൺ ഇന്റർസെക്റ്റിംഗ് ആൻഡ് നോൺ പാരലൽ ഷാഫ്റ്റ്. ഓക്കെ. നോൺ ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള നോൺ പാരലൽ ഷാഫ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ്, അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും ഒരു 2-3 പോയിന്റ് എഴുതുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ 4 പോയിന്റ് എഴുതുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, അതായത് ചിലപ്പം മാർക്ക് ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റിന് ഹാഫ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് ഒരു മാക്സിമം 4 പോയിന്റെങ്കിലും, അല്ലെങ്കിൽ മിനിമം 4 പോയിന്റെങ്കിലും എഴുതണം. പിന്നെ 6 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോഴും അതുപോലെ തന്നെ ഒരു 6 പോയിന്റ് അല്ലെ 7.8 പോയിന്റ് ഒക്കെ അതും എഴുതുക. നെക്സ്റ്റ് വൺ വരുന്നത് ഇമ്പോർട്ടന്റ് ആണ്, നോമൻക്ലേച്ചർ ഓഫ് സ്പർ ഗിയർ വിത്ത് ഡയഗ്രാം. സോ ഇത് നിങ്ങൾ ഇനി ബിടെക്കിന് പോകുമ്പോഴും നിങ്ങൾക്ക് മൊഡ്യൂൾ ഉണ്ട്. ഈ സ്പർ ഗിയർ നോമൻക്ലേച്ചറും സ്പർ ഗിയർ ഡയഗ്രാം വരയ്ക്കാനും ഒക്കെ നമുക്ക് ബിടെക്കിനും ആവശ്യമുള്ള സാധനമാണ്. അപ്പൊ ഇത് എന്തായാലും അറിഞ്ഞിരിക്കുക, അത് നല്ല രീതിക്ക് തന്നെ പഠിക്കുക. സോ അത് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. സ്പർ ഗിയറിന്റെ നോമൻക്ലേച്ചർ. ഓക്കെ. ഇതാണ് സ്പർ ഗിയറിന്റെ പിക്ക്. ഇത് ഈസി ആയിട്ട് വരയ്ക്കാം. എന്നാൽ പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്നാൽ എന്താ വെച്ചാൽ ഇത് വരയ്ക്കാനായിട്ട് അത്ര പാടൊന്നുമില്ല. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുവാണെങ്കിൽ, ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നോമൻക്ലേച്ചർ ആണ്. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അതായത് സ്പെസിഫിക് ആയിട്ട് പറയും, അതായത് അഡൻഡം സർക്കിൾ ഡിഫൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ സർക്കുലർ പിച്ച് എന്താണ്, അല്ലെങ്കിൽ ക്ലിയർ എന്താണ്, ഡിഡൻഡം എന്താണ്, അല്ലെങ്കിൽ അഡൻഡം എന്താണ്, പിച്ച് സർക്കിൾ എന്താണ്, ഡിഡൻഡം സർക്കിൾ എന്താണ്, ഇത് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് എന്താണ്, നോമൻക്ലേച്ചർ ഡയഗ്രത്തോടു കൂടി ഇത് എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ പോയിന്റ് എടുത്ത് ഡിസ്ക്രൈബ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എല്ലാം എന്ത് തന്നെ ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതിൽ ടൂത്ത് തിക്നെസ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വിഡ്ത് ഓഫ് സ്പേസ് സർക്കുലർ പിച്ച് ചോദിച്ചിട്ടുണ്ട്, പിച്ച് സർക്കിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ടും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീ സൊല്യൂഷനും കൂടെ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് ഇട്ടേക്കാം. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ സൊല്യൂഷനും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ PPT നമുക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഓക്കെ. ഇതെന്താണെന്ന് നമുക്ക് പറയാം, ഓരോരോ പോയിന്റ് ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിച്ച് സിലിണ്ടർ ആണ്. പിച്ച് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. പിച്ച് സിലിണ്ടർ ഓഫ് എ ഗിയർ pitch cylinders of a pair of gears in measure the imaginary friction cylinders which by
pure rolling together to transmit the same motion as the pairs of gain. ചോദിക്കാറില്ല, ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഓക്കെ, ദെൻ പിച്ച് സർക്കിൾ. പിച്ച് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി സർക്കിൾ ആണ്. ശരിക്കും അങ്ങനെ ഒരു സർക്കിൾ ഇല്ല. നമ്മളിവിടെ പിച്ച് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ശരിക്കും പിച്ച് സർക്കിൾ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി സർക്കിൾ മാത്രമാണ്. അതായത് ഒരു ഗിയറിന്റെ ഈ നടുവിലൂടെ പോകുന്ന, അതായത് ഈ പോകുന്ന ഇതിനെയാണ് പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവോന്നറിയില്ല. ഒരു സെക്കൻഡ്. ഓക്കെ, ഈ ലൈൻ, ഓക്കെ, ഇപ്പൊ കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ലൈൻ, ഇതാണ് പിച്ച് സർക്കിൾ എന്ന് പറയുന്നത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിച്ച് സർക്കിൾ എന്ന് പറയുന്ന സാധനം എന്താ, ഇതൊരു ഇമാജിനറി സർക്കിൾ ആണ്. ഓക്കെ, ഇമാജിനറി സർക്കിൾ ആണ്. ഓക്കെ, ഇതാണ് പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ ഇമാജിനറി സർക്കിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പിച്ച് സർക്കിൾ ഡയമീറ്റർ. ആ ഇമാജിനറി പിച്ച് സർക്കിളിന്റെ ഡയമീറ്ററിനെയാണ് എന്ത് വിളിക്കുന്നത്? പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് വിളിക്കുന്നത്. ഈ ഇമാജിനറി പിച്ച് സർക്കിളിന്റെ ഡയമീറ്ററിനെയാണ് പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ പിച്ച് സർഫസ് എന്താണെന്ന്. ഓക്കെ, ഇറ്റ് ഈസ് എ സർഫസ് ഓഫ് ദ പിച്ച് സിലിണ്ടർ. ഓക്കെ, പിച്ച് സിലിണ്ടറിന്റെ സർഫസിനെയാണ് പിച്ച് സർഫസ് എന്ന് വിളിക്കുന്നത്. Then pitch point, it is the point of contact of the two pitch circle of the machine gears. Okay, pitch point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗിയേഴ്സ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ, അതായത് ഈ ഗിയറിനെ കോണ്ടാക്ട് ചെയ്ത് വേറൊരു ഗിയർ കൂടെ വരുമല്ലോ മെഷ് ചെയ്യുന്ന സ്ഥലത്ത്, ആ മെഷ് ചെയ്യുന്ന കോമൺ പോയിന്റിനെയാണ് എന്ത് വിളിക്കുന്നത്? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പോയിന്റ് ഓഫ് കോണ്ടാക്ട്. സോറി, ആ പോയിന്റ് ഓഫ് കോണ്ടാക്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? പിച്ച് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം സർക്കുലർ പിച്ച്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ നല്ലോണം ഇമ്പോർട്ടന്റ് ആണ്. സർക്കുലർ പിച്ച് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതായത് പ്രോബ്ലം ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് സർക്കുലർ പിച്ച് എന്താണെന്നുള്ളത്. നോക്കാം, സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കറസ്പോണ്ടിങ് പോയിന്റ് ഓഫ് സക്സസീവ് ടീത്ത് മെഷേർഡ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് ദ പിച്ച് circle. The circular pitch is equal to the sum of the two thickness and width of space. It is denoted by PC and is given by PC is equal to pi d by t. Okay, എന്താണെന്ന് നോക്കാം. എന്താണ് സർക്കുലർ പിച്ച്? എവിടെ സർക്കുലർ പിച്ച്? എന്ത് സർക്കുലർ പിച്ച്? നോക്ക്, ഒരു സക്സസീവ് ടീത്ത്, അതായത് ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഒരു മിനിറ്റ്, ഇതൊന്ന് എറേസ് ചെയ്ത് നോക്കട്ടെ. ഇല്ല, എറേസ് ആവുന്നില്ല. ഓക്കെ, ഓക്കെ, ഇവിടുന്ന് തുടങ്ങി. ഓക്കെ, സക്സസീവ് ടീത്തിൽ നിന്ന് എടുക്കുന്ന അതായത് പിച്ച് സർക്കിളിന്റെ സർക്കംഫറൻസിൽ കൂടെ പോകുന്ന സക്സസീവ് ടീത്ത്, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഇവിടെ തന്നെ ആയിരിക്കും, ഇവിടെ തന്നെ വരുന്ന രീതിയിൽ. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? സർക്കുലർ പിച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനാണ് സർക്കുലർ പിച്ച് എന്ന് പറയുന്നത്. സം ഓഫ് ദ ടൂത്ത് തിക്നെസ് ആൻഡ് വിഡ്ത്ത് സ്പേസ്. ഓക്കെ, അപ്പൊ എന്താണ് ടൂത്ത് തിക്നെസ് എന്ന് പറയണമല്ലോ. എന്താണ് ടൂത്ത് തിക്നെസ്? ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? ടൂത്ത് തിക്നെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ടൂത്തിന്റെ എത്രയാണോ തിക്നെസ്, അതിനെയാണ് ടൂത്ത് തിക്നെസ്. അതായത് ഈ പോയിന്റിൽ നിന്ന് തുടങ്ങി ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ടൂത്ത് തിക്നെസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു ടൂത്ത് തിക്നെസ്സും പ്ലസ് വിഡ്ത്ത് സ്പേസ്. വിഡ്ത്ത് സ്പേസ് എന്ന് പറയുന്നത് എന്താ? ഇതിന് ഇടയ്ക്കുള്ള രണ്ട് ടീത്തിന് ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ്, അതിനെയാണ് വിഡ്ത്ത് സ്പേസ് എന്ന് പറയുന്നത്, വിഡ്ത്ത് ഓഫ് സ്പേസ് എന്ന് പറയുന്നത്. സോ ഈ ടൂത്ത് തിക്നെസിന്റെയും വിഡ്ത്ത് സ്പേസിന്റെയും സം, അല്ലെങ്കിൽ എന്താണ് പിച്ച് സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെ പോകുന്ന സക്സസീവ് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സർക്കുലർ പിച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സർക്കുലർ പിച്ച് മറന്നു പോകരുത്. സക്സസീവ് ടൂത്ത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? സർക്കുലർ പിച്ച്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സം ഓഫ് ടൂത്ത് തിക്നെസ് ആൻഡ് വിഡ്ത്ത് ഓഫ് സ്പേസ്. ഓക്കെ, ഒരു ടൂത്ത് തിക്നെസ്സും ഒരു വിഡ്ത്ത് ഓഫ് സ്പേസും കൂടെയുള്ള ആ വിഡ്ത്ത് ഓഫ് സ്പേസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് രണ്ടും കൂടെ ചേരുന്ന ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? സർക്കുലർ പിച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിനോട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? പി സി എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സർക്കുലർ പിച്ച് വരുന്നത് പി സഫിക്സ് സി. പി സി എന്ന് പറയുന്നതാണ് സർക്കുലർ പിച്ച്. പി സി ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡി ബൈ ടി. ഓക്കെ, പൈ ഇൻറ്റു ഡി ബൈ ടി. പൈ ഇൻറ്റു ഡി എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ പിച്ച് സർക്കിൾ ഡയമീറ്റർ. ഓക്കെ, പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണ് ഡി, അത് മില്ലിമീറ്ററിലാണ് പറയുന്നത്. ഓക്കെ, ഡി ഈസ് ഈക്വൽ ടു പിച്ച് സർക്കിൾ ഡയമീറ്റർ ആൻഡ് ടി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടീത്ത്. ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീത്ത്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സർക്കുലർ പിച്ച് കിട്ടും. ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഇതിന് മുന്നത്തെ പോയിന്റിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് പിച്ച് സർക്കിളും
പിച്ച് സർക്കിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇമാജിനറി സർക്കിൾ ആണെന്ന് പറഞ്ഞു. പിച്ച് സർക്കിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്താണ്? ആ ഇമാജിനറി പിച്ച് സർക്കിളിന്റെ ഡയമീറ്ററിനെയാണ് പിച്ച് സർക്കിൾ ഡയമീറ്റർ. ആ 2 പോയിന്റ് പഠിച്ചു വെക്കുക അതില്. അതുപോലെ പിച്ച് പോയിന്റ് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. എന്താണ്? പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിനെയാണ് പിച്ച് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അത് അതായത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് പഠിക്കേണ്ട സാധനമാണ് എന്ത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സർക്കുലർ പിച്ച്. എന്തായാലും പഠിക്കാം. ഇനി നെക്സ്റ്റ് വൺ ആണ് എന്ത്? ഡയമട്രൽ പിച്ച്. അപ്പൊ ഇത് തമ്മിൽ തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എന്തൊക്കെയാന്ന് വെച്ചാൽ സർക്കുലർ പിച്ചും ഡയമട്രൽ പിച്ചും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഡയമട്രൽ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ടീത്ത് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ ഇൻ മില്ലിമീറ്റർ. ഓക്കെ, അതായത് പിച്ച് സർക്കിൾ ഡയമീറ്ററിൽ നമ്പർ ഓഫ് ടീത്ത് എത്ര നമ്പർ ഓഫ് ടീത്ത് ഉണ്ടാവും പെർ യൂണിറ്റ് ലെങ്തിൽ. ആ ഒരു പിച്ച് സർക്കിളിൽ യൂണിറ്റ് ലെങ്തിൽ എത്ര നമ്പർ ഓഫ് ടീത്ത് ഉണ്ടാവും അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡയമട്രൽ പിച്ച് എന്ന് വിളിക്കുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് പി ഡി യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ പി ഡി ഈസ് ഈക്വൽ ടു ടി ബൈ ഡി. ഓക്കെ, പി സി ആണെങ്കിൽ ഡി ബൈ ടി എന്നും അതിനെ നേരെ റെസിപ്രോക്കൽ പി ഡി ആണെങ്കിൽ എന്ത് വരും? ടി ബൈ ഡി എന്നും വരും. ഓക്കെ, അത് ഓർത്തിരിക്കുക. പി ഡി ആണെങ്കിൽ ടി ബൈ ഡി, പി ഡി ആണെങ്കിൽ താഴത്താണ് ഡി വരുന്നത്. പി ഡി ഈസ് ഈക്വൽ ടു ടി ബൈ ഡി, പി സി ഈക്വൽ ടു അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക, എന്നിട്ട് മറ്റേത് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഡയമട്രൽ പിച്ച് ആണെങ്കിൽ പി ഡി ഈസ് ഈക്വൽ ടു ടി ബൈ ഡി. ഓക്കെ, നെക്സ്റ്റ് വൺ മൊഡ്യൂൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ഇക്വേഷൻസും ഈ മൊഡ്യൂളിൽ അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഈ 3 ഇക്വേഷൻസും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ആകെ ചെറിയ 3 ഇക്വേഷൻ ആണ്. അതുകൊണ്ട് അതാണ് ഈ ഈ ചാപ്റ്ററിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചെറിയ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഈ 3 എന്തായാലും ഓർത്തിരിക്കുക. വെരി ഇമ്പോർട്ടന്റ്. So next one is module. Module, it is a ratio of pitch circle diameter in millimeter to the number of teeth. Okay, pitch circle ഡയമീറ്ററിന്റെയും നമ്പർ ഓഫ് ടീത്തിന്റെ റേഷ്യോനെയാണ് എന്ത് വിളിക്കുന്നത്? മൊഡ്യൂൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡി ബൈ ടി, ഡയമീറ്റർ ബൈ ടീത്ത്, നമ്പർ ഓഫ് ടീത്ത്. ഓക്കെ, പിച്ച് സർക്കിൾ ഡയമീറ്റർ ബൈ നമ്പർ ഓഫ് ടീത്ത് ആണ് ഇത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഡി ബൈ ടി എന്ന് പറയുന്നത് അത് എന്തിന്റെ ടി ബൈ ഡി എന്താണെന്നറിയാം നമുക്ക്? ഡയമട്രൽ പിച്ച് ആണെന്നറിയാം. സോ ഡയമട്രൽ പിച്ചിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? മൊഡ്യൂൾ എന്ന് പറയുന്നത്. മൊഡ്യൂൾ ഈസ് റെസിപ്രോക്കൽ ഓഫ് ഡയമട്രൽ പിച്ച്. അങ്ങനെ ഓർത്തിരിക്കുക. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ചിലപ്പം ഡിയും ടിയും ആയിരിക്കില്ല തരുന്നത്. പി ഡി ഇത്രയാന്ന്, അതായത് ഡയമട്രൽ പിച്ച് ഇത്ര ആണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മൊഡ്യൂൾ കണ്ടുപിടിക്കാൻ സുഖമായിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. സോ അത് ഓർത്തിരിക്കുക. ഈ 3 ഇക്വേഷൻ പി സി ഈസ് ഈക്വൽ ടു പൈ ഡി ബൈ ടി and PD is equal to T by D and M is equal to D by T, that is equal to 1 by PD. Equation എന്തായാലും ഓർത്തിരിക്കുക, മറന്നു പോകരുത്. ഇനി module and the circular pitch must be the same for gears in mesh. Also it can seen that PC PD is equal to, അതായത് PC into PD രണ്ടും കൂടെ ഇൻറ്റു ചെയ്തേക്കാണ്. PC into PD is equal to pi D by T into T by D. So D by T രണ്ടും ക്യാൻസൽ ആകും. That is equal to pi എന്ന് വരും. And PC is equal to pi into D by T. D by T എന്താണെന്ന് നമുക്കറിയാം. D by T സർക്കുലർ പിച്ചിന്റെ ഇക്വേഷൻ എന്താ? PC is equal to pi into D by T. D by T എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം? പിച്ച് സർക്കിൾ ഡയമീറ്റർ ബൈ ടി, നമ്പർ ഓഫ് ടീത്ത് ആണ് മൊഡ്യൂൾ എന്നറിയാം. സോ ഈ D by T ക്ക് വരെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? M എന്ന് കൊടുക്കാം. സോ PC is equal to pi into M. ഇമ്പോർട്ടന്റ് ആണ് 3 സാധനങ്ങളും. ഇത് ഓർത്തിരിക്കുക. ഇത്രയും സർക്കുലർ പിച്ച്, ഡയമട്രൽ പിച്ച്, മൊഡ്യൂള്, 3ന്റെ ഇക്വേഷൻ. അപ്പോൾ നോമൻക്ലേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇത് തന്നെ എഴുതുക. 3 ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് വീഴും. നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് എന്താണ്? നെക്സ്റ്റ് വൺ ആണ് അഡൻഡം സർക്കിൾ. ഓക്കെ, അഡൻഡം സർക്കിൾ എന്താന്ന് പറയാം. അഡൻഡം സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ടീത്തിന്റെ ടിപ്പിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിനെയാണ് എന്ത് വിളിക്കുന്നത്? ഈ അഡൻഡം സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ ടിപ്പ് ഓഫ് ദ ടീത്ത്. ഓക്കെ, ടീത്തിന്റെ ടിപ്പിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിനെയാണ് അഡൻഡം സർക്കിൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഡിഡൻഡം സർക്കിൾ ഉണ്ട്. ഡിഡൻഡം സർക്കിൾ ഇതാണ് ഡിഡൻഡം സർക്കിൾ. ഓക്കെ, ഡിഡൻഡം സർക്കിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇതാണ്. ഡിഡൻഡം സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീത്തിന്റെ റൂട്ടിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിനെയാണ് ഡിഡൻഡം സർക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അഡൻഡം സർക്കിളും ഡിഡൻഡം സർക്കിളും. നെക്സ്റ്റ് വൺ അഡൻഡം എന്താണ്? അത് ഇമ്പോർട്ടന്റ് ആണ്. അഡൻഡം ആൻഡ് ഡിഡൻഡം ഇമ്പോർട്ടന്റ് ആണ്. PSC ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. സോ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കുന്ന സാധനമാണ് അഡൻഡവും ഡിഡൻഡം. അതെന്തായാലും ഓർത്ത് വെച്ചിരിക്കുക. അഡൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അഡൻഡം ദ റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പിച്ച് സർക്കിൾ. ഓക്കെ, പിച്ച് സർക്കിൾ
ടു ദി അഡൻഡം സർക്കിൾ. ഇതാണ് ഈ സെന്ററിലൂടെ പോകുന്നതാണല്ലോ പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്, ഒരു ഇമാജിനറി സർക്കിൾ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദ ഓക്കെ. ഇത് ഗിയറിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഇമാജിനറി സർക്കിൾ ആണ് പിച്ച് സർക്കിൾ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പിച്ച് സർക്കിളും അഡൻഡം സർക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? അഡൻഡം എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിച്ച് സർക്കിളും അഡൻഡം സർക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് അഡൻഡം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഡിഡൻ സോറി ഡിഡൻഡം സർക്കിളും പിച്ച് സർക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിഡൻഡം എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ആണ്, ഓർത്തിരിക്കുക. അഡൻഡം എന്താണ്, ഡിഡൻഡം എന്താണ്. സോ അഡൻഡം സർക്കിൾ പറഞ്ഞു, ടീത്തിന്റെ ടിപ്പിലൂടെ പോകുന്നത് അഡൻഡം സർക്കിളും റൂട്ടിന്റെ ടിപ്പിലൂടെ പോകുന്നതിനെ ഡിഡൻഡം സർക്കിൾ എന്നും, ഇമാജിനറി സർക്കിൾ ആണ് പിച്ച് സർക്കിൾ എന്ന് പറഞ്ഞു. 3 ടൈപ്പിലുള്ള സർക്കിൾ ഉണ്ട്: അഡൻഡം സർക്കിൾ, പിച്ച് സർക്കിൾ, ഡിഡൻഡം സർക്കിൾ. സോ അതെന്താന്ന് പറഞ്ഞു. ഇനി അഡൻഡവും ഡിഡൻഡവും പറയാം. അഡൻഡവും ഡിഡൻഡവും എന്ന് പറഞ്ഞാൽ പിച്ച് സർക്കിളും അഡൻഡം സർക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതുപോലെ പിച്ച് സർക്കിളും ഡിഡൻഡം സർക്കിളുള്ള ഡിസ്റ്റൻസ് ഡിഡൻഡം. ഈ 3 പോയിന്റും 3 അല്ല, എത്ര പോയിന്റ് കിട്ടും ഇതിന്ന്? 1 2 3 4 5. ഓക്കെ, 5 പോയിന്റ് ഇപ്പൊ തന്നെ ഈ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന സാധനമാണ് 5 പോയിന്റ്. ഈ പടം നോക്കി തന്നെ എഴുതാൻ പറ്റുന്ന സാധനമാണ് ആ 5 പോയിന്റും. പിന്നെ അതുകൂടാതെ സർക്കുലർ പിച്ച്, മൊഡ്യൂള്, ഡയമട്രൽ പിച്ച്, ഈ 3 കാര്യങ്ങളും അതുകൂടെ പഠിച്ചു വെക്കാം. അപ്പൊ തന്നെ നോമൻക്ലേച്ചർ ആയി. ഇത്രയും എഴുതിയാൽ മതി നോമൻക്ലേച്ചർ. ഈ ഫിഗറും ഉണ്ട്, ഇത്രയും ഡെഫിനിഷൻസും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതിന് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫേസ് വിഡ്ത്ത് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഫേസ് വിഡ്ത്ത് അത് ജസ്റ്റ് വായിച്ച് നിങ്ങൾ വെച്ചേക്കുക, എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അത്രേ ഉള്ളൂ. നമുക്ക് നോമൻക്ലേച്ചർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്തായാലും എഴുതാൻ പറ്റും. പിന്നെ ടൂത്ത് തിക്നെസ് ഒക്കെ നമുക്ക് അറിയാം. എന്താണ് ടൂത്ത് തിക്നെസ്? നമുക്ക് ആ ഫിഗറിൽ തന്നെ നോക്കി എഴുതാവുന്നേ ഉള്ളൂ. It is the width of the tooth measured along the pitch circle. It is the It is the width of the tooth measured along the pitch circle. Okay, width of the tooth. ഈ ടൂത്തിന്റെ വിഡ്ത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ടൂത്ത് തിക്നെസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ടൂത്ത് സ്പേസ് ഉണ്ട്. ടൂത്ത് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the width of the space between the two adjacent teeth measured along the pitch circle. Okay, രണ്ട് adjacent teeth തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? ടൂത്ത് സ്പേസ് എന്ന് പറയുന്നത്. അതിനിടയ്ക്കുള്ള ആ വിഡ്ത്തിനെയാണ് ടൂത്ത് സ്പേസ് എന്ന് വിളിക്കുന്നത്. സോ അങ്ങനെ കുറച്ച് ഡെഫിനിഷൻസ്. പിന്നെ ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചു വെക്കുക. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം പറഞ്ഞു. പിച്ച് സർക്കിൾ നോക്കുക, എന്താന്ന് പിച്ച് സർക്കിൾ ഡയമീറ്റർ നോക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് സർക്കുലർ പിച്ച്, ഡയമട്രൽ പിച്ച്, മൊഡ്യൂൾ, ആ 3 പോയിന്റും എന്തായാലും പഠിച്ചു വെക്കുക. അത് 3ന്റെയും ഇക്വേഷൻ പഠിക്കുക. ദെൻ അഡൻഡം സർക്കിൾ എന്താണ്, ഡിഡൻഡം സർക്കിൾ എന്താണ്, അഡൻഡം എന്താണ്, ഡിഡൻഡം ആണ്. ഈ 4 കാര്യങ്ങൾ നമുക്ക് എന്തിന്ന് തന്നെ നോക്കി എഴുതാം. ആ ഫിഗറിൽ നിന്ന് തന്നെ നോക്കിയാൽ നമുക്ക് ഈ 4 കാര്യങ്ങളും എഴുതാവുന്നതേ ഉള്ളൂ. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നത് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ വിത്ത് ഡയഗ്രാം, അതിന്റെ വെലോസിറ്റി റേഷ്യോ. ഓക്കെ, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. അപ്പം എപ്പിസൈക്കിൾ ഗിയർ ട്രെയിൻ നമ്മൾ പറഞ്ഞു. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്താണ്. അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, 8 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്താണെന്ന് നോക്കാം. റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. സോ ഇതാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിനിന്റെ ഫിഗർ. ഇത് സിമ്പിൾ ഫിഗർ ആണ്, എന്തായാലും വരയ്ക്കാം, നമുക്ക് ഓർത്തിരിക്കാവുന്ന ഫിഗർ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. സോ അത് നോക്കുക. ഇതിലെ ഗിയർ 1 എന്ന് പറയുന്നത്, ഈ ഗിയർ 1 എന്ന് പറയുന്ന സാധനം, ദ ഗിയർ 1 ഡ്രൈവ്സ് ദ ഗിയർ 2. ഓക്കെ, ഈ ഗിയർ 1 ആണ് ഗിയർ 2നെ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഈ ഗിയർ 1 റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഗിയർ 2 അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. സിൻസ് ഗിയർ 2 ആൻഡ് ഗിയർ 3, ഗിയർ 2ഉം 3യും സെയിം ഷാഫ്റ്റിലാണ് മൗണ്ട് ചെയ്തേക്കുന്നത്. ആർ മൗണ്ടഡ് ഓൺ ദ സെയിം ഷാഫ്റ്റ്. Therefore they form a compound gear. നമുക്ക് ഈ ഗിയർ 2ഉം ഗിയർ 3യും നമ്മൾ സെയിം ഷാഫ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ സെയിം ഷാഫ്റ്റിൽ ആയതുകൊണ്ട് തന്നെ ഇവരെന്താണ്, ഒരു കോമ്പൗണ്ട് ഗിയർ ആയിട്ട് ആക്ട് ചെയ്യുകയും ആൻഡ് ഗിയർ 3 വിൽ റൊട്ടേറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ദി ഗിയർ 2. ശരിയല്ലേ? അതായത് ഇത് തമ്മിൽ സെയിം റൊട്ടേഷനിലായിരിക്കും കറങ്ങുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടും ഒരേ സെയിം ഷാഫ്റ്റിലാണ് മൗണ്ട് ചെയ്തേക്കുന്നത്. കോമ്പൗണ്ട് ഗിയർ ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ 2ഉം ഗിയർ 2 ആൻഡ് ഗിയർ 3 സെയിം ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഗിയർ 3
gear 3 drives the gear 3 drives the gear 4. Okay, gear 4നെ gear 3 എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രൈവ് ചെയ്യും. അപ്പൊ ഗിയർ 4 എങ്ങനെ ആയിരിക്കും കറങ്ങുന്നത്, ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഗിയർ 4 റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഗിയർ വണ്ണും ഗിയർ 4ഉം എന്ത് ചെയ്യും, സെയിം ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് ഗിയർ റിവേർട്ടഡ്. ദസ് ഇൻ എ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ the motion of the first gear, okay, motion of the first gear and fourth gear is in the same direction. ഓക്കെ, ഇതാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും എക്സ്പ്ലനേഷൻ എഴുതിയാൽ മതി. ഈ ഫിഗറിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ ഫിഗർ ആദ്യം പഠിച്ചു വെക്കുക. നിങ്ങൾ ഈ എക്സ്പ്ലനേഷൻ പഠിക്കാൻ നിൽക്കേണ്ട, ഫിഗർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അതായത് ഗിയർ വരയ്ക്കുക, ഈ വ്യൂ ഇത് നിങ്ങൾക്ക് അറിയാലോ, ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കുക. ഓക്കെ, വരച്ചു കഴിഞ്ഞിട്ട് നോക്കാം ഈ ഫിഗറിൽ നിന്ന്. അതുപോലെ തന്നെ ആരോടെ ഡയറക്ഷൻ നോക്കി വെക്കുക. 1ഉം 4ഉം സെയിം ഡയറക്ഷനിൽ, 2ഉം 3ഉം സെയിം ഡയറക്ഷനിൽ, ആരോടെ ഡയറക്ഷൻ നോക്കി വെച്ചു. ഇനി 1 ആണ് ആരെ കറക്കുന്നത്, 2നെ കറക്കുന്നത്. ഓക്കെ, ഗിയർ 1 ഡ്രൈവ്സ് ഗിയർ 2. ഓക്കെ, അതുകൊണ്ട് തന്നെ ഗിയർ 1ഉം ഗിയർ 2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുപോലെ തന്നെ ഗിയർ 2ഉം 3ഉം സെയിം ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്തേക്കുന്ന ഒരു കോമ്പൗണ്ട് ഗിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഗിയർ 3യുടെയും ഗിയർ 2ന്റെയും ഡയറക്ഷൻ സെയിം ആണ്. ഗിയർ 3 ആണ് ആരെ കറക്കുന്നത്, ഗിയർ 4നെ കറക്കുന്നത്. സോ ഗിയർ 4ന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സോ വിച്ച് മീൻസ് ദാറ്റ് ഗിയർ 1ഉം ഗിയർ 4ഉം സെയിം ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ വെലോസിറ്റി റേഷ്യോയും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. സോ അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് വായിക്കാം. The gear 1 drives the gear 2 in the opposite direction. Since the gears 2 and 3 are mounted on the same shaft, therefore they form a compound gear, and the gear 3 will rotate in the same direction as that of gear 2. The gear 3 drives the gear 4 in the same direction as that of gear 1. Thus, in a reverted gear train, the motion of the first gear and the last gear is like. Then T1 ആണ് നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഗിയർ 1. ഓക്കെ, ഫസ്റ്റ് ഗിയറിലുള്ള നമ്പർ ഓഫ് ടീത്തിനെ T1 എന്നും അതിന്റെ സ്പീഡിനെ N1 എന്നും എടുക്കുക. സിമിലർലി T2, T3, T4 ആണെന്ന് വിചാരിക്കുക, റെസ്പെക്റ്റീവ് ഗിയേഴ്സിലുള്ള നമ്പർ ഓഫ് ടീത്ത്. അതുപോലെ തന്നെ സ്പീഡും N1, N2, N3, N4 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി റേഷ്യോ എങ്ങനെ എഴുതാൻ പറ്റും? സർക്കുലർ പിച്ച് അല്ലെങ്കിൽ മൊഡ്യൂൾ, നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ എല്ലാ ഗിയറിന്റെയും മൊഡ്യൂൾ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ T1 പ്ലസ് T2, അതായത് ഫസ്റ്റ് ഗിയറിന്റെ നമ്പർ ഓഫ് ടീത്തും സെക്കൻഡ് ഗിയറിന്റെ നമ്പർ ഓഫ് ടീത്തും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, തേർഡ് ഗിയറിന്റെ നമ്പർ ഓഫ് ടീത്തും ഫോർത്ത് ഗിയറിന്റെ നമ്പർ ഓഫ് ടീത്തും. ദാറ്റ് ഈസ് T1 പ്ലസ് T2 is equal to T3 plus T4. Therefore speed ratio is equal to product of number of teeth in the driven gears divided by product of number of teeth in the driver gears. Okay, driven gears in a number of teeth divided by driver gears in a number of teeth in the product. അത് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സ്പീഡ് റേഷ്യോ കിട്ടും. ദാറ്റ് ഈസ് N1 by N4 is equal to T2 T4 by T1 T3. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. വെലോസിറ്റി റേഷ്യോ ആണിത്. N1 by N4 is equal to T2 into T4 by T1 into T3. സോ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റീവ് ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ ലെയ്ത്തിലെ ബാക്ക് ഗിയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ലെയ്ത്ത് ചെയ്യാൻ നേരം ബാക്ക് ഗിയർ കണ്ടിട്ടുണ്ടാവും. സോ ലെയ്ത്തിലെ ബാക്ക് ഗിയേഴ്സ്, പിന്നെ ഇൻഡസ്ട്രിയൽ സ്പീഡ് റെഡ്യൂസേഴ്സ്, ക്ലോക്സിൽ, ഇതൊക്കെ എവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ആണ്. ഓക്കെ, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. സോ ഈ ഒരു 4 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് 4 മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക ഈ മൊഡ്യൂളിൽ നിന്ന്. ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.